ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈ പീപ്പിൾ ഫെയിൽ ഇൻ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അതായത് നമ്മളിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, പക്ഷേ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ഫ്ലുവൻസി അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് അതിനെക്കുറിച്ചാണ്. ഇനിയും കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അല്ലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തത്? ഒന്ന്, നമ്മൾ ചുറ്റുപാടും കേൾക്കുന്നത് ഇംഗ്ലീഷിലല്ല, നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലാവണം എന്നില്ല എല്ലാം. അതേപോലെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുമ്പോഴും അത് ഇംഗ്ലീഷിൽ തന്നെ ആവണമെന്നില്ല. നമ്മൾ കേൾക്കുന്ന മലയാളം നമ്മളെ ഒരിക്കലും ആരും പഠിപ്പിച്ചു തന്നൊരു ലാംഗ്വേജ് അല്ല. നമ്മൾ കേട്ടും കണ്ടും എഴുതിയും പഠിച്ചും വളർന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമുക്ക് മലയാളത്തെ ഇത്ര കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ എന്നാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് നമുക്കത് അത്രത്തോളം കുറച്ച് നോയ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നമുക്ക് ആ സമയത്ത് കിട്ടുന്നുള്ളൂ. ഞാനൊരു 10th വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടും, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ മലയാളം സംസാരിച്ചാൽ റെഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേരൊക്കെ വരും. അത് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കായിരുന്നു, അസംബ്ലിയിലൊക്കെ വിളിച്ച് നമുക്ക് 1 minute സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ വരാതിരിക്കാൻ നമ്മൾ മുറി ഇംഗ്ലീഷ് ആണല്ലോ ആ സമയത്ത് അങ്ങ് പറഞ്ഞു പോകും. ആ സമയത്ത് പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പിള്ളേർ തമ്മിൽ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പൊട്ട ഇംഗ്ലീഷൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇന്നത് ആലോചിക്കുമ്പം ഒരു പരിധി വരേക്കും എന്നെ ഇംഗ്ലീഷ് പറയാൻ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ആ ഒരു സമയമായിരുന്നു. കാര്യം ഇംഗ്ലീഷല്ലേ നമ്മൾ സംസാരിക്കത്തു പോലും ഇല്ല. ഈവൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് സംസാരിക്കണം എന്നുള്ള ഉള്ളിലുണ്ടാവും, പക്ഷെ നമുക്ക് പുറത്തോട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു സമയത്ത് ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാനും സ്റ്റിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് ഈ പറയുന്ന ഫ്ലുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഈ ക്ലാസ്സിൽ സ്കൂൾ ടൈമിൽ ഇതുപോലെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിലായിരുന്നു കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം 10th വരേക്കും എനിക്കതൊരു പ്രശ്നമായിരുന്നില്ല. കാര്യം അവിടെ ഇംഗ്ലീഷേ സംസാരിക്കാൻ പാടും, അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് ഇതായിപ്പോവും. അപ്പം അതൊരു പരിധി വരേക്കും എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അന്നേ തൊട്ടേ അത് പ്രാക്ടീസ് ചെയ്ത് വന്നതുകൊണ്ട് അതിനി CBSE മാത്രം പഠിച്ചുകൊണ്ടാകണം കിട്ടും അങ്ങനെയൊന്നും പറയത്തില്ല. ഇപ്പോഴും CBSE പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയത്തില്ല. ഈ ഒരു സ്കില്ലെന്ന് പറയുന്നത് നമ്മളാൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറയുമ്പം അത് ഒരു കോൺഫിഡൻസ് ആണ്. ആക്ച്വലി നമുക്കത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് അറിയാവോ, ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും എക്സ്ട്രാ ഒരു ലാംഗ്വേജ് നമ്മൾ എന്താണേലും പഠിച്ചിരിക്കണം. കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ അതിൻ്റെ റെലവൻസ് ഇപ്പം എത്രത്തോളം ആണ് അത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ ടോപ്പിക് ഇപ്പം ഇതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നല്ല നോയ്സ് ഉണ്ടാവുന്നു, നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു വഴിയിൽ, അതുകൊണ്ട് തന്നെ നോയ്സ് ഇത്തിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്കിപ്പം ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. എന്താ പറയുക, പല പല ക്ലാസ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലെ എന്താ പറയുക, പ്ലേ സ്റ്റോറിലാണെങ്കിലും ഓരോ ആപ്പിൾ വരുന്നുണ്ട് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനൊക്കെ പുറമെ, ഈ പൈസ ചിലവാക്കുന്നതിനൊക്കെ പുറമെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സോഴ്സസ് ഉണ്ട്. നമ്മൾ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെ അതിന് വേണ്ടിയിട്ടിരുന്ന് മെനക്കെടുവോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇംപ്രൂവ് ചെയ്യണം, നിങ്ങളുടെ ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ കുറച്ച് ടിപ്സാണ്. ആക്ച്വലി ഈ ടിപ്സ് എനിക്ക് വർക്കായെന്ന് തോന്നിയോണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനൊരു 5 AM ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് എന്നും 5 ആ ഒരു ടൈമിൽ എണീറ്റ് ജസ്റ്റ് ഒരു 1 വേർഡ്, നമ്മൾ പുതിയതായിട്ടുള്ളൊരു വേർഡ് നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പം എനിക്ക് 3 days എങ്ങാണ്ട് ആയിട്ടുള്ളൂ അതിപ്പം. അപ്പോൾ അതിൽ നമുക്ക് ഒരു പുതിയ വേർഡ്സ് കിട്ടുമ്പം ആ വേർഡ് വെച്ചിട്ടൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നുമുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഡെയിലി നമ്മൾ അങ്ങനെ ഓരോ വാക്ക് വെച്ച് പഠിച്ചാലുള്ള ഒരു ഗുണം ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടി ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫ്രേസസ്, നമ്മൾ പറയുന്ന വേർഡ്സ്, അപ്പോൾ അവർ ശ്രദ്ധിക്കും. ഓക്കെ, എന്താണ് അവർ പറഞ്ഞപ്പോൾ അല്ല അതിൻ്റെ മീനിങ് എന്താണ്, അത് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പം എനിക്കതറിയാം,
ബിക്കോസ് ഞാൻ അന്ന് അത് കേട്ടിട്ടുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വേർഡ്സ് എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈവൻ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഇത്തരത്തിലുള്ള വേർഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ 5 AM ക്ലബ്ബ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അതൊന്ന് പോയി കാണുക. ദെൻ അപ്പം നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തിങ്ക് ഇൻ ഇംഗ്ലീഷ് വിച്ച് മീൻസ് നമുക്കിപ്പം പറയണമെന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കണം, ഈ ഒരു കാര്യത്തെ ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ തോട്ട് പ്രോസസ്സ് എനിക്ക് ഭക്ഷണം കഴിക്കണം ഞാൻ മലയാളത്തിൽ ആലോചിച്ചാൽ പിന്നെ അതെങ്ങനെ ഈസാണോ വാസാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആവും. അത് ഇംഗ്ലീഷിൽ തന്നെ ആലോചിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, ഐ വോണ്ട് ടു ഈറ്റ് ഫുഡ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബിഗിനിങ് സ്റ്റേജിലാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈസ് വാസ് ഗ്രാമർ അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന കാര്യം ഓപ്പണായിട്ട് പറയാൻ പറ്റണം. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ബുക്കും പേനയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് എഴുതി പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ദെൻ നമ്മൾ കാണുന്ന കോണ്ടന്റ്സ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വായിക്കുന്ന ബുക്കുകളായിക്കോട്ടെ, ഈവൻ കാണുന്ന സീരീസ് ആയിക്കോട്ടെ, മാക്സിമം ഇംഗ്ലീഷിലുള്ളത് കാണാൻ ശ്രമിക്കുക. അതായത് കൺസ്യൂം കോണ്ടന്റ് ഇൻ ഇംഗ്ലീഷ്. അതായത് നമ്മളിപ്പം ഇത്തരത്തിലുള്ള ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ വാക്കുകൾ കിട്ടും, കുറേ എന്താ പറയുക സെൻറ്റൻസുകൾ പുതിയതായിട്ട് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അർത്ഥം അറിയാത്ത കുറേ കാര്യങ്ങൾ കിട്ടും. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഡിക്ഷണറിയിൽ പോയി നോക്കും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളോട് നമ്മൾ കുറേ യൂസ്ഡ് ആകുമ്പോഴത്തേനും നമുക്ക് സംസാരിക്കാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് കൺസ്യൂം ഇംഗ്ലീഷ് കോണ്ടന്റ്. ഓക്കെ, ദെൻ പ്രാക്ടീസ് മിറർ സെൽഫ് ടോക്ക്. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് വേറെ ആരും ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു ടൈമറോ വല്ലതും വെക്കുക, 1 മിനിറ്റോ വല്ല ടൈമറോ വല്ലതും വെക്കുക, ധൈര്യമായിട്ട് അങ്ങ് സംസാരിക്കാം. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം എനിക്ക് സെൽഫ് ടോക്ക് ഇച്ചിരി കൂടുതലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു സമയത്തെന്ന് പറഞ്ഞാൽ ഈ ടെക് ടോക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു ആൾക്കാരുടെ മുന്നിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇതേപോലെ ഞാൻ ടെക് ടോക്കിൽ വന്ന പോലെ നിന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കും. ആര് കാണുന്നില്ല എന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ അങ്ങ് നിന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എവിടെയോ ഞാൻ എത്തി, ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയം കണ്ടോ, പക്ഷെ ഞാൻ എവിടെയോ നല്ലൊരു ലെവലിലെത്തി, എന്നിട്ട് നിന്ന് ഡെലിവർ ചെയ്യുന്ന ഒരു സ്പീച്ച് പോലെയൊക്കെ ആയിരുന്നു ഞാൻ അന്ന് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു മിറർ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുന്ന. ദെൻ പ്രാക്ടീസ് ഷാഡോയിങ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സീരീസോ മൂവിയോ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കുറേ ഡയലോഗ് അല്ല അവർ ഡെലിവർ ചെയ്യുന്ന കുറേ ഡയലോഗുകൾ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് പോസ് ചെയ്തിട്ട് അത് പറഞ്ഞു നോക്കുക, ആ ഡയലോഗ് നമ്മളതായിട്ട് പറഞ്ഞു നോക്കുക. ഓക്കെ, ആരും വേണ്ട, കൂടെ ആരും വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഡയലോഗ് ഒന്ന് കേൾക്കുക. അല്ലെ നമുക്ക് അതിൽ സബ് ടൈറ്റിൽസ് വരുമല്ലോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ഡയലോഗ് ഡെലിവർ ചെയ്യുന്ന പോലെ അവരെങ്ങനെയാണ് അതേ സ്ലാങ്ങിലൊക്കെ പറഞ്ഞു നോക്കുക. ഇതൊക്കെ ട്രൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ വീഡിയോസ് നമ്മൾ കാണുന്ന മൂവീസ് ആയിക്കോട്ടെ സീരീസ് ആയിക്കോട്ടെ അതിൽ കാണുന്ന വീഡിയോസിൽ ഒന്ന് പോസ് ചെയ്ത് ചില പോർഷൻസ് ഫുള്ളി ഇരുന്ന് പറയണമെന്നൊന്നുമല്ല, ചില പോർഷൻസ് ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മളായിട്ട് സംസാരിച്ച് നോക്കുക. നമ്മൾ ആ ഡയലോഗ് ഡെലിവർ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഏത് സ്ലാങ്ങിലായിരിക്കും, ഏത് സിറ്റുവേഷനിലായിരിക്കും നമ്മളത് പറയുന്നുണ്ടാവാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ സ്പീക്ക് സ്ലോലി ആൻഡ് കോൺഫിഡൻ്റ്ലി. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെർഫെക്ഷൻ ആദ്യം നോക്കരുത്. നമ്മൾ പിച്ചയച്ച് വരുന്നതേ ഉള്ളൂ, ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പതിയെ സംസാരിക്കും. ഇപ്പം എനിക്ക് അത്ര സ്ലാങ് അങ്ങോട്ട് ശരിയാവുന്നില്ല, എനിക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുന്നില്ല, ഇങ്ങനെ ഒന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് പറയാം, ഓരോന്നോരോന്ന് ജസ്റ്റ് പെറുക്കി ആണെങ്കിലും സെൻറ്റൻസ് ഒന്ന് പറഞ്ഞ് യോജിപ്പിച്ചൊന്ന് സംസാരിച്ച് നോക്കുക. ഈവൻ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ,
ഇപ്പോഴും ഒരാളും മറ്റേ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം പറയുന്ന എന്താണോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ലാങ്ങിലോ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടോ അല്ല ഇംഗ്ലീഷ് സംസാരിച്ചതെങ്കിലും നമുക്ക് ആ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിച്ചതെങ്കിൽ അത് മതി. അത് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അതിന് തെളിവ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു സ്കില്ല് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇപ്പോഴും പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്സൊക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.